രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ ഷിനാജിന് ഫുഡ് പാത്രത്തിലാക്കുവാണ്. ഇടിയപ്പവും തേങ്ങ അരച്ച് വെച്ച മുട്ടക്കറിയായിരുന്നു കേട്ടോ നമുക്ക് രാവിലെ. അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഷിനാജ് വർക്കിന് പോയിട്ട് അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന്. കുറച്ചധികം തിരക്കുള്ള ഒരു ദിവസമാണ്, കാരണം നമുക്കിന്ന് പണിക്കാരുണ്ട് കേട്ടോ. പണിക്കാരുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൊഴുവായും പിന്നെ കുഞ്ഞയിലയില്ലേ അതുമാണ് കേട്ടോ. കൊഴുവാന്ന് പറഞ്ഞാൽ ഇവിടെ നത്തളെന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊഴുവാന്ന് പറഞ്ഞു പോകും. അരിയൊക്കെ ഇട്ടിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു. അതൊക്കെ ഫുള്ള് കഴുകി വെച്ച് എന്നിട്ട് വേണം നമുക്കിനി കുക്കിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോകാൻ. മീൻ ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു, അപ്പോൾ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടതാണ്. ഇവിടെ മീൻ വാങ്ങിച്ചാൽ മിക്കപ്പോഴും ഉമ്മ തന്നെയാണ് കേട്ടോ മീൻ വെട്ടാറ്. ഉമ്മക്ക് മീൻ വെട്ടാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ഞാൻ വെട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ വെട്ടാൻ കാരണം വേറെ ഒന്നുമല്ല, 10 മണിക്ക് പണിക്കാർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അങ്ങോട്ട് പോയി. ആ സമയം കൊണ്ട് ഞാൻ മീനൊക്കെ ഫുള്ള് വെട്ടി തീർത്ത്. അത് കഴിഞ്ഞിട്ട് ചോറ് നമ്മൾ വലിയ കലത്തിലാണല്ലോ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് വാർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഊറ്റിയെടുക്കുമായിരുന്നു. അതിൽ കുറച്ചെടുത്ത് മുളകിട്ട് വെച്ച് പിന്നെ കോവയ്ക്കായും മെഴുക്ക് വരട്ടി കേട്ടോ. പിന്നെ ബാക്കി കറികളുടെ പണിയൊക്കെ ഉമ്മ നോക്കി. ആ നേരം കൊണ്ട് ഞാൻ വേഗം പോയി അടിച്ച് വാരി തുടക്കാൻ നിന്നില്ല. ഷിനാജിന് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് കൊഴുവ, അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ വാങ്ങിച്ചാലും കുറച്ച് കൂടുതൽ വാങ്ങിക്കും കേട്ടോ. പൊരിച്ചു കൊടുത്ത ആൾ എത്ര വേണേലും കഴിച്ചോളും. അപ്പോൾ അതേ അടുപ്പത്ത് തന്നെയാണ് പൊരിക്കുന്നത്. അടുപ്പത്ത് പൊരിച്ചാൽ വേറൊരു ടേസ്റ്റാണ്. കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് ചക്കക്കുരുവും കുമ്പളങ്ങായും കൂടി ഇട്ടിട്ട് ഒരു ചാറ് വെക്കാന്ന്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും മോരില്ല. അപ്പോൾ മോര് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് വണ്ടി ആകെ മഴയത്തിരുന്ന് ഫുള്ള് ചളിയേട്ട. സർവീസ് ചെയ്ത് കൊണ്ടുവന്ന് പിറ്റേ ദിവസമാണ് ഈ കോലം. മഴ കൊള്ളാതെ വണ്ടി വെക്കാനുള്ള സൗകര്യമൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് പിന്നെ മഴയത്തിരിക്കുക അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. പിന്നെ എന്തെങ്കിലും ഷീറ്റ് ഞങ്ങൾ വണ്ടിയുടെ മേലെ കൂടെ ഇടാറുണ്ട്, എന്നാലും ചളിയാകും. അങ്ങനെ കടയിൽ പോയി മോരും വാങ്ങിച്ചത്, ഈ ഒരു മിഠായി വാങ്ങിച്ചോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട് പണിയുടെ വീഡിയോസ് ഷോർട്സ് ആയിട്ട് ഇടുമ്പോഴത്തേക്കും മിക്കവരും ചോദിക്കാറുണ്ട് ആരാണ് നിങ്ങളുടെ വീട് പണിയെടുക്കുന്നതെന്ന്. അപ്പോൾ പടവിൻ്റെ ഫുള്ള് ഇവരായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിലും നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. നല്ല വൃത്തിയായിട്ടാണ് നമ്മുടെ പടവ് ഫുള്ള് ചെയ്ത് തന്നത്. അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്ന് ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ. ചക്കക്കുരു ചാറും കോവയ്ക്കാൻ മെഴുക്ക് വരട്ടിയതും പിന്നെ കുറച്ച് മീൻ മുളകിട്ട് എൻ്റെ ചാറ് വിട്ട്. മീൻ കറിയും കോവയ്ക്കൊക്കെ ഞാൻ തന്നെയാണ് വെച്ചത്. പിന്നെ മീൻ പൊരിച്ചത് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഉമ്മ അവർക്ക് ചായയും മിക്സറും ചിപ്സൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാനും പുറകെ പോയി പണി ഇതുവരെ ആയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പടവ് ഇതോടുകൂടി കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇൻഷാ അല്ലാഹ് മെയിൻ വാർപ്പ് ഉടനെ ഉണ്ടായിരിക്കും. അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് അപ്പോഴത്തേക്കും എനിക്കൊരു കോള് വന്ന് കൊറിയർ ഉണ്ടെന്നും പറഞ്ഞു. പിന്നെ ഞാനത് വാങ്ങാനായിട്ട് പോയി. നമ്മുടെ വീടിൻ്റെ വാതിക്കെ കൊണ്ട് തന്നെ തരും. ഞങ്ങൾ ട്രിപ്പ് പോയ വീഡിയോയിൽ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു, എൻ്റെ കയ്യിൽ സൈഡ് ബാഗ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വാങ്ങാഞ്ഞത്. ആകെ കൂടെ ഫോൺ കാണും, അതാണെങ്കിൽ ഞാൻ ജീൻസിൻ്റെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ കയ്യിൽ പിടിക്കും. അപ്പോൾ അത് ഇനി എവിടെയെങ്കിലും പോകുവാണെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 ബാഗ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ. 2 നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് എനിക്ക് കിട്ടിയത്. ഇത് പാക്ക് തുറന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി ഇതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട്. അത്രയും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. 400 രൂപക്ക് താഴെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ സൈഡ് ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടാ. ലിങ്ക് ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാൻ കിട്ടുവാണെങ്കിൽ.